ഇതിൻ്റെ അകത്ത് ഈ 4 പേരെ കൂടാതെ ഒരു കഥാപാത്രമുണ്ട്. ഈ 4 പേരിൽ ഒരാളായി വരാൻ വേണ്ടി അവിടെ പലപ്പോഴും വന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ. രാജീവ് മേനോൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫോട്ടോഗ്രാഫറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സതീഷ് എന്ന് പറഞ്ഞ ക്രിയേറ്റീവ് ഡയറക്ടറാണ് നമ്മുടെ ഈ സിനിമയുടെ. സതീഷിൻ്റെ കൂടെ ലൊക്കേഷനിൽ വരും. ഞാൻ വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള സിനിമ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആലപ്പുഴയിൽ അല്ലെങ്കിൽ ചേർത്തലയിൽ ആ കായൽ തീരത്തൊക്കെ അദ്ദേഹം വരും. ഞാൻ ചോദിച്ചു സതീഷിനോട്, എന്തിനാണ് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ വരുന്നത്? ഒരു സിനിമ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിൽ ഒരു എങ്ങനെ അത് നമുക്ക് പൂർണ്ണമായും അദ്ദേഹത്തിൽ അർപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല. വളരെ സൗമ്യൻ, ഒരു കണ്ണടയൊക്കെ വെച്ച് സംസാരിക്കുമ്പോഴും വളരെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടി ഒരാൾ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചോ പറഞ്ഞ് ഞാൻ അടൂർ സാറിൻ്റെ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് സിനിമ ഭയങ്കര പാഷനാണ്. ഞാൻ ചോദിച്ചു എന്തിനാ ഫോട്ടോഗ്രാഫി ചെയ്താൽ പോരെ? അല്ല, എനിക്ക് സിനിമ ഭയങ്കര പാഷനാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളിക്കും എനിക്കറിയില്ല. അപ്പോൾ എന്നും സതീഷ് പറയും, ഓരോ ആൾക്കാരെയും കാസ്റ്റ് ചെയ്യുമ്പം സതീഷ് സാബുവിനോട് പറയും നമ്മുടെ സുനിലിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഭരതനെ കാസ്റ്റ് ചെയ്തു, പത്മകുമാറിനെ കാസ്റ്റ് ചെയ്തു, അരുണിനെയും കാസ്റ്റ് ചെയ്തു, അർജുനെയും കാസ്റ്റ് ചെയ്തു. ഒരിക്കലും സുനിലിനെ ഇതിലേക്ക് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം സുനിലിൻ്റെ ആ അപ്പിയറൻസിലുള്ളൊരു ഏജാണ്. കാരണം ഇവരൊക്കെ ഒരു കുട്ടിത്തം നമുക്ക് തോന്നുന്ന ആൾക്കാർ. ഇത് രണ്ടും അല്ലാത്ത ഒരു ഏജിലാണ് സുനിൽ നിൽക്കുന്നത്. എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആലോചന വന്നത്. ഇതിലൊരു പോലീസ് ഓഫീസറുണ്ട്. ഈ 4 പേരും ഭയപ്പെടുന്ന, അല്ലെങ്കിൽ 4 പേരെക്കാളിലും ബ്രില്യൻ്റായിട്ട് വളരെ ചടുലമായിട്ട് മൂവ് ചെയ്യേണ്ട എനർജറ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ വേണം. ഞാൻ സാധാരണ ഒരു ഉറങ്ങി ഉണരുമ്പോൾ പെട്ടെന്ന് തോന്നുന്നൊരു തോന്നലുണ്ട്. ഞാനൊരു ദിവസം സാബുവിനോട് ചോദിച്ചു, നമുക്ക് ആ സതീഷ് കൊണ്ടുവന്ന സുനിലിനെ ഒന്ന് പരീക്ഷിച്ചാലോ? സാബു പറഞ്ഞു, അയ്യോ അയാൾ പാവമല്ലേ, അയാളെങ്ങനെയാണ് ഇത്രയും ടഫായിട്ടുള്ള പോലീസ് ഓഫീസർ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞല്ല, പുള്ളിയുടെ മീശയൊക്കെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് സ്പെക്സൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. അപ്പോഴും സാബുവിന് വിശ്വാസമില്ല. അപ്പോൾ എങ്ങനെ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് സുനിലിനെ പറഞ്ഞു വിടുമെന്നുള്ള വലിയൊരു ധർമ്മസങ്കടമുണ്ട്. എന്നാൽ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. ഒന്ന് പരീക്ഷിക്കാം. അങ്ങനെയാണ് അദ്ദേഹം ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ്. അപ്പോൾ ഈ കമ്മീഷണറായിട്ട് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് നോക്കാം. അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്ത് ആകെ ചെയ്തൊരു ഫോട്ടോഷൂട്ട്. അങ്ങനെ സുനിലിനെ ഒരുക്കി, കൂടെ സതീഷും ഉണ്ട്. ഈ യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് അന്ന് ആ പൂജ എന്ന് പറയുന്ന ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ സ്റ്റുഡിയോ അവിടെയാണ് താമസിക്കുന്ന, ഞങ്ങളുടെ മുറി അവിടെയാണ്. അതിൻ്റെ കോറിഡോറിൽ ഞാനും സാബുവും ഒരു വശത്ത് നിൽക്കുന്നു. സുനിലിനെ ഒരുക്കിയിട്ട് സതീഷ് കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ നടന്നു വരാൻ പറഞ്ഞു. സാബുവുണ്ട്, ഞാനുണ്ട്. അവിടുന്ന് കോറിഡോറിൽ കൂടെ ഇങ്ങോട്ട് നടന്നു വന്നൊരു വരവുണ്ട്. സുനിൽ ക്ലീൻ ഷേവ് ചെയ്ത, നമ്മളിന്ന് ഫോർ ദ പീപ്പിൾ കാണുന്ന ആ എനർജി മുഴുവൻ, അതിനേക്കാൾ കൂടുതൽ എനർജിയിൽ സുനിൽ ഞാൻ ഈ കഥാപാത്രം അഭിനയിച്ച് അടങ്ങും എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടി നടന്നുകൊണ്ട് വരുന്നൊരു വരവുണ്ടായിരുന്നു. ആ വരവിൽ ഞങ്ങൾ പരസ്പരം നോക്കി, ഞാനും സാബുവും. ഇതിൻ്റെ അപ്പുറം ഒരു കാസ്റ്റിംഗ് ഇല്ല. എന്തൊരു ലുക്കാണ്! അയാൾ ഇങ്ങനെ ഒതുങ്ങി പാവമായിട്ടിരുന്ന സുനിൽ മാറിയിട്ട് ഒരു നമ്മൾ ഭയപ്പെടുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് മാറുകയാണ്. ഒറ്റ നിമിഷം കൊണ്ടാണ് ആ വരവ്. ആ മോമെൻ്റായിരുന്നു സുനിൽ ഇന്ന് നരേനായി മാറിയ ആക്ടറുടെ വിജയം. കാരണം ആ സൗമ്യതയിൽ നിന്ന് അദ്ദേഹം ഒരു വിപ്ലവം പോലെയാണ് ആ കഥാപാത്രം ഏറ്റെടുത്ത് ചെയ്യാനുള്ള തീരുമാനം എടുത്ത് ആ എനർജി സമാഹരിച്ചിട്ട് വരുന്ന വരവ്. ഏതൊരു ആക്ടറും പഠിക്കേണ്ട ഒരു ലെസണാണ്. ആ ആഗ്രഹമാണ് സുനിലിൻ്റെ ഒരു ആക്ടർ ആവണം എന്നുള്ള ഒരു തീരുമാനമാണ് ആ സുനിലിനെ അതിലെ പോലീസ് ഓഫീസറാക്കിയത്. പിന്നീട് എല്ലാം ഓക്കെ ആയിരുന്നു. ആ സിനിമ നടക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിനും ഒക്കെ പിന്നെ നമുക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കാരണം സിനിമ കഴിഞ്ഞപ്പോഴേക്കും അതിൽ ആരാണ് ആ ഓഫീസർ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു.
പിന്നീട് ഓരോ ഭാഷയിലും, തമിഴിലും മറ്റ് തെലുങ്കിലും എല്ലാ ഭാഷയിൽ പോകുമ്പോഴും ഓഫീസർ സുനിൽ തന്നെയാണ്. പിന്നീട് ഒരുപാട് സിനിമകൾ സുനിൽ ചെയ്ത്, നരൻ ചെയ്ത് ഇന്ന് സക്സസ്ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ആ തീരുമാനമാണ്. സൗമ്യനായ ഒരാൾ മാറുന്ന ആ മോമെൻറ്റ്, അതും ഈ പറഞ്ഞ പോലെ വിധിയാണ്. നമ്മൾ അതിലൊരു പാർട്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ.